റോഷി, ഇനി എന്താണ് ഈ CBIയുടെ പുനരന്വേഷണ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാവുക? CBI ആ കേസ് ക്ലോസ് ചെയ്തു അല്ലേ എന്നേക്കുമായി? അരുൺകുമാർ, ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത ആദ്യം അന്വേഷിക്കാൻ CBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയായിരുന്നു. അന്ന് പ്രധാനപ്പെട്ട പല കേസുകളും അന്വേഷിച്ച SP ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അന്ന് DYSP ആയിരുന്ന അനന്തകൃഷ്ണൻ, നമുക്കറിയാം കേരളത്തിൽ തന്നെ CBI അന്വേഷിച്ച ഏറ്റവും സുപ്രധാനമായ കേസുകളൊക്കെ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ള ഒരു വലിയ സംഘം ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യഘട്ടത്തിൽ CBI ഈ ബാലഭാസ്കർ കേസ് അന്വേഷിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ CBI സംഘത്തിന് വെല്ലുവിളിയായത് പ്രാഥമിക തെളിവുകളുടെ പോരായ്മയാണ്, അതിൻ്റെ അഭാവമാണ്. കാരണം ലോക്കൽ പോലീസ് പല പ്രധാനപ്പെട്ട തെളിവുകളും ശേഖരിച്ചിരുന്നില്ല, CDR കൃത്യമായിരുന്നില്ല, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചില്ല. അത് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോഴും അതുപോലെ ഒരു അവ്യക്തത, തെളിവുകളുടെ കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു എന്ന് അന്ന് CBI ഉദ്യോഗസ്ഥന്മാർ പങ്കുവച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും കുടുംബങ്ങൾ പല പ്രധാനപ്പെട്ട സംശയങ്ങളും ഉയർത്തിയിരുന്നു. ആ സംശയങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ CBI സംഘം തയ്യാറായില്ല എന്ന പരാതിയാണ്. പക്ഷേ ഈ പരാതിയിൽ ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഈ കുടുംബം ഉയർത്തിയ ഓരോ സംശയങ്ങൾ അത് പോയിന്റ് ചെയ്തുകൊണ്ടാണ് നിർദ്ദേശം ഈ അന്വേഷണ സംഘത്തിന് നൽകിയത്. പക്ഷേ അന്വേഷണ സംഘം അതൊക്കെ പരിശോധിച്ചോ അതിൽ വ്യക്തത വരുത്തിയോ എന്ന് ഈ അന്തിമ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഈ ബാലഭാസ്കറിൻ്റെ പിതാവ് KC ഉണ്ണിയുടെ അഭിഭാഷകൻ രാമൻ കർത്ത ശേഖരിക്കുന്നു. മൊഴി പകർപ്പുകളടക്കം ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് അവർ പോകും. ഏതായാലും CBI രണ്ടാമത്തെ ഈ പുനരന്വേഷണം സജീവ് ശങ്കറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ അത് അവർ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ KC ഉണ്ണി തന്നെ പരാതി പറയുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ തവണ വന്നില്ല. ഇവർ ഉന്നയിച്ച സംശയങ്ങളിൽ വ്യക്തത തേടാൻ ഈ CBI പുനരന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നടക്കമുള്ള പരാതികളുണ്ട്. ഏതായാലും ഇനിയും ബാലഭാസ്കറിൻ്റെ ഈ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലേക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ ബാലഭാസ്കറിൻ്റെ കുടുംബം പോവുക എന്ന് ഉറപ്പാകുന്നു. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നാൽ മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക. ശരി റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. CBIയുടെ പുനരന്വേഷണവും ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് അർജുന്. ആ അച്ഛനും അമ്മയും മാത്രമായി തീരുന്നു. ആ മകൻ പോയി, മകളും പോയി. കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBIക്കും അതിനകത്ത് വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. ഒരു സംശയം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ്, 8 മാസം മുൻപ് ഈ ബാലഭാസ്കർ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നിരുന്നു. ആ ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്ന് അതിൻ്റെ നോമിനിയായി വെച്ചിരുന്നത് ആരുടെ പേരാണെന്നറിയാമോ? ഈ ബാലഭാസ്കറിൻ്റെ സുഹൃത്തും സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുമായ വിഷ്ണു സോമസുന്ദരത്തിൻ്റെ ഫോൺ നമ്പരും മെയിലും വിലാസവുമാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും നിഗൂഢമായി ഇപ്പോഴും തുടരുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ശ്രീ KC ഉണ്ണി പറഞ്ഞതുപോലെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ അർജുൻ്റെ ഈ പാലക്കാട്ടുള്ള കുടുംബവുമായി ബന്ധമുണ്ടോ? സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ ബാലഭാസ്കറിൻ്റെ ജീവനെടുത്തത്? പുറത്തു വരുമായിരിക്കും ഒരു നാൾ, പക്ഷേ എത്ര കാലം കഴിഞ്ഞെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്.